സാറേ, ലോകത്ത് അസ്ഥിരമായി നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നു. ആരുടെ ഭാഗത്തു നിന്നും ഒരു സഹായമില്ല. ഇതേ ഇറാൻ ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് യുദ്ധവിമാനം വാങ്ങുന്നു. പണമില്ലെങ്കിലും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക, അല്ലെ യുദ്ധങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് ഈ രാജ്യങ്ങളുടെ ലക്ഷ്യം. ഇതിപ്പോൾ ചോർന്ന് വന്നിരിക്കുന്ന ഒരു വിവരമാണ്. രഹസ്യമായിട്ട് രണ്ട് രാജ്യങ്ങളും സൂക്ഷിച്ചതാണിത്. റഷ്യയും ഇറാനും ഹാക്ക് ചെയ്ത് എടുത്തിരിക്കുന്ന വിവരമാണ്. അതായത് Su-35 അത്യാധുനിക റഷ്യൻ വിമാനമാണല്ലോ. അതെ. Su-35 48 എണ്ണം ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്നാണ്. ഇതിന് ചെലവ് വരുന്നത് 62,184 കോടി രൂപ. 62,000 കോടി രൂപ ഇതിന് ചെലവ് വരും. 2026-2028 കാലത്ത് ഈ 48 എണ്ണം 2 കൊല്ലം, അടുത്ത കൊല്ലം മുതൽ 2028 വരെ ഉള്ള സമയത്ത് ഇതിങ്ങനെ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം, ന്യൂസ് വീക്ക്, ഇതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ. റഷ്യയുടെ റോസ്റ്റെക് കോർപ്പറേഷൻ ഉണ്ടല്ലോ, ഇത്തരം ആയുധ വിൽപ്പനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. റോസ്റ്റെക് കോർപ്പറേഷൻ ഒരു സബ്സിഡിയറി ഉണ്ട്, വേറൊരു കമ്പനി, കൺസേൺ റേഡിയോ ഇലക്ട്രോണിക് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട്, ICRET എന്ന് പറഞ്ഞിട്ട്, കൺസേൺ റേഡിയോ ഇലക്ട്രോണിക് ടെക്നോളജീസ്, റോസ്റ്റെക്കിൻ്റെ സബ്സിഡിയറി കമ്പനി. അവരുടെ എക്സ്പോർട്ട് ഡാറ്റയാണിത്. ഇത് ഹാക്കർ ഗ്രൂപ്പ്, അതായത് ബ്ലാക്ക് മിറർ എന്ന് പറഞ്ഞിട്ടൊരു ഹാക്കർ ഗ്രൂപ്പ്, അവർ ചോർത്തിയെടുത്തതാണിത്. റോസ്റ്റോക്കിൻ്റെ സബ്സിഡിയറിയുടെ സൈറ്റിൽ നിന്ന് ഡാറ്റ, എക്സ്പോർട്ട് ഡാറ്റ ചോർത്തി എടുത്തതാണ് ഇത്. ഇതിൻ്റെ കസ്റ്റംസ് കോഡ് 364 എന്നും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വെറുതെ വിമാനങ്ങൾ വാങ്ങിക്കുകയല്ല, ആ യുദ്ധവിമാനങ്ങളിൽ സാധാരണ വഹിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഉൾപ്പെടെ, എന്ന് പറഞ്ഞാൽ മിസൈലുകളും ഒക്കെ ഉൾപ്പെടെ ആണ്. വെപ്പൺ സിസ്റ്റംസ് എന്നൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇലക്ട്രോണിക് വാർഫെയർ കമ്പോണൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇലക്ട്രോണിക് യുദ്ധം നടത്താനുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ വില, ഡെലിവറി ഷെഡ്യൂൾ, ഏത് കാലത്ത് കൊടുക്കും, പിന്നെ എക്സ്പോർട്ട് പ്ലാൻ, ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അൾജീരിയ, ഇത്യോപ്യ എന്നീ 2 രാജ്യങ്ങൾക്കും ഇത് Su-35 റഷ്യ വിൽക്കും എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ റോസ്റ്റെക്കിൽ നിന്ന് 300 രേഖ ഇവർ ഈ ബ്ലാക്ക് മിറർ ചോർത്തിയിട്ടുണ്ട് റോസ്റ്റെക്കിൻ്റെ. ആ 300 രേഖകളിൽ വരുന്നതാണ് ഇത്. ഒക്ടോബർ 3 പ്രസിദ്ധീകരിച്ചത്, കഴിഞ്ഞ ദിവസം. ഇറാനിൽ ഇത് ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കി അങ്ങോട്ട് ഓടിച്ചു കൊടുക്കുന്നതിന് പകരം ഇറാനിൽ വെച്ച് തന്നെ ഇത് അവിടുത്തെ തന്നെ ഒരു പങ്കാളിയെ വെച്ചിട്ടേ അവിടെ തന്നെ അസംബിൾ ചെയ്യാനാണ് ആലോചിക്കുന്നത് എന്ന് ഈ രേഖകളിൽ കാണുന്നുണ്ട്. അതായത് ഇറാൻ ഏവിയേഷൻ ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷൻ അവിടെ ഉണ്ട്. അതാണ് ലോക്കൽ പങ്കാളി, അവിടുത്തെ സർക്കാരിൻ്റെ തന്നെ, പട്ടാളത്തിൻ്റെ തന്നെ, IRGCയുടെ എന്ന് പറയാം, ഇറാൻ ഏവിയേഷൻ ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷൻ. സുഖോയ് KRET ടെക്നീഷ്യൻസ്, സുഖോയുടെയും KRETയുടെ ഒക്കെ ടെക്നീഷ്യൻസ്, സാങ്കേതിക വിദഗ്ധർ ഇറാനിൽ 2024 മുതൽ ഉണ്ട്. അപ്പോൾ ഈ അസംബ്ലിംഗ് എന്നൊക്കെ ഉള്ളതൊന്നും വലിയ വിഷയമല്ല. റഷ്യയുടെ തന്നെ സാങ്കേതിക വിദഗ്ധർ, റഷ്യയും ഇറാനും തമ്മിൽ സംയുക്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ടല്ലോ. ഡ്രോൺ ഒരുമിച്ച് സംയുക്ത സംരംഭമുണ്ട്. അപ്പോൾ അതുകൊണ്ട് റഷ്യക്കാരായ സാങ്കേതിക വിദഗ്ധർ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ച് അസംബിൾ ചെയ്യാം. അതുപോലെ HQ-S-400 ഇതും കൂടിയൊക്കെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് ഇറാൻ്റെ MP അബുൾ ഫസൽ സൊഹ്റാവന്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ടെലിവിഷനുമായിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞു, ഇനി നമുക്ക് S-400
HQ സിസ്റ്റംസും ഒക്കെ മിസൈൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം S-400 വളരെ കാലമായിട്ട് ഇറാൻ ചോദിക്കുന്നുണ്ട്, കൊടുക്കുന്നില്ല. തുർക്കിക്ക് കൊടുത്തല്ലോ. തുർക്കിക്ക് കൊടുത്തെങ്കിൽ പിന്നെ സുന്നി രാഷ്ട്രമായ തുർക്കിക്ക് കൊടുത്തെങ്കിൽ പിന്നെ ഷിയ രാഷ്ട്രമായ ഇറാൻ കൊടുക്കരുതെന്ന് തുർക്കി ഉപാധി വച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ S-400 മിസൈൽ സിസ്റ്റം കൊടുത്തിട്ടില്ല റഷ്യക്ക്, വരാൻ സാധ്യതയുണ്ടെന്നൊരു MP പറയുന്നു. പിന്നെ വേറൊരു MP ഫദാ ഹുസൈൻ മലേക്കി സെപ്റ്റംബറിൽ പറഞ്ഞിരുന്നു, എയർ ഡിഫൻസ് സിസ്റ്റം ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ ഈ ചൈനയും റഷ്യയും തമ്മിലൊക്കെ വലിയ പരിപാടികളുണ്ട്, നമുക്ക് ചിലപ്പോൾ ഈ S-400 ഒക്കെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ഇറാൻ എക്സ്പീഡിയൻസി കൗൺസിൽ അംഗം മുഹമ്മദ് സദർ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഇറാനില്ല, S-400 തുർക്കിക്ക് കൊടുത്തു, നമുക്ക് തരുന്നില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല റഷ്യയെ എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫർഷി ഗേത്തഗൻ എന്ന് പറഞ്ഞ അവിടുത്തെ ഭാഷയിലെ ഇറാനിലെ ലോക്കൽ പത്രം പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ വിദേശകാര്യമന്ത്രി അരാക്ചി ഈ കാര്യങ്ങളിലുള്ള ഈ ഗമനയുടെ ശോഭമുണ്ടല്ലോ, S-400 കൊടുക്കാത്തത്, ഞങ്ങൾ ഇത്രയും സുഹൃത്തുക്കളാണ്, നിങ്ങൾ S-400 ഞങ്ങൾക്ക് തരുന്നില്ല, ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്, തുർക്കിക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭിക്കുന്ന ഒരു ലിഖിതം കത്ത് ഗമനയി പറഞ്ഞതൊക്കെ ഈ വിദേശകാര്യമന്ത്രി അരാക്ചി പുട്ടിന് കൈമാറിയിട്ടുണ്ടെന്ന് അവിടുത്തെ ഇറാനിലൊരു ലോക്കൽ പത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 12 ദിവസം ഒരു യുദ്ധം നടന്നല്ലോ ഇസ്രയേലും ഒക്കെ ആയിട്ട്, അതിൽ റഷ്യ സഹായിച്ചില്ല എന്നുള്ള ദുഃഖവും ഗമനയി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ 48 Su-35 പോർ വിമാനങ്ങൾ വരികയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദശകങ്ങളിലെ ഏറ്റവും വലിയ കരാർ ആയിരിക്കും അത്, ഇറാനും റഷ്യയും തമ്മിലുള്ളത്. എല്ലാ കാലത്തും ഇറാന് റഷ്യയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഗസയുമായിട്ടുള്ള ഒരു പ്രശ്നം നടക്കുമ്പോൾ ഈ ഹമാസിനെ പൂർണ്ണമായിട്ടും തീർത്ത് കെട്ടാൻ പോകുന്നു ഇസ്രായേലിൽ നിന്നുള്ള വാർത്ത വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ഹമാസിന് ഇപ്പോൾ ഏക പിന്തുണ ലഭിക്കുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധവിമാനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നു എന്നുള്ളത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഗൗരവത്തോടെ കാണില്ലേ? അത് ഗൗരവത്തോടെ കൂടി കാണുകയും കൂടുതൽ ഉപരോധങ്ങളിലേക്ക് ഇപ്പം തന്നെ ആ UN-ന്റെ 2015 ബാക്കി ഭാഗം കൂടി ബാധകമാക്കിയിട്ടുണ്ടല്ലോ ഉപരോധം. അപ്പോൾ 8 ആണവ നിലയങ്ങൾ ചെറുത് റഷ്യ പണിയാനായിട്ട് ഇതിന് തൊട്ട് മുമ്പ് കരാറ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച റഷ്യയും ഇറാനുമായിട്ട് കരാറ് ആയിട്ടുണ്ട് 8 ആണവ നിലയങ്ങൾ. അത് ഊർജ ഉൽപാദനത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. സിവിലിയൻ യൂസിന് ഉള്ളതാണ് എന്ന് റഷ്യയും ഇറാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ സാധാരണഗതിയിൽ വരുന്നത്. അപ്പൊ റഷ്യയുമായിട്ട് ഒരു കരാർ ഇരിക്കുമ്പോഴാണ് വേറൊരു കരാറിന്റെ വിവരം വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ അടികിട്ടി, പക്ഷേ പിന്നെ ആ നതാൻസ് ഫോർദോ ആണവ നിലയങ്ങൾ ഭൂമിയുടെ അടിയിൽ അമേരിക്കൻ ബോംബറുകൾ വന്ന് ആക്രമിച്ചു. ഉപരോധത്തിൽ ഞെക്കുന്നു. $1 അമേരിക്കൻ 42,000 റിയാല് ചെലവ് വരുന്നുണ്ടല്ലോ ആണ് വിനിമയ നിരക്ക്. ഇന്നിപ്പോ ഈ ഡോളറിന്റെ ഇടിഞ്ഞു അല്ലേ, അവരുടെ കറൻസി വല്ലാതെ ഇടിഞ്ഞു. അതാ ഞാൻ പറയുന്നത്, $1 ഇത് സിയറ ലിയോണിലൊക്കെ കേൾക്കുന്ന പോലത്തെ ആയിപ്പോയി ഈ നിരക്കിടിയല്. $1 42,000 എന്ന് പറഞ്ഞിട്ട് 10,000 റിയാലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആണല്ലേ. എന്നിട്ട് ആ 10,000 റിയാലിൽ നിന്ന് മിനിയാന്ന് 4 എടുത്ത് കളയാനായിട്ട് സർക്കാർ ഉത്തരവിറക്കി. ഇതൊന്നാണ് എന്ന് തോന്നത്തക്ക വിധത്തില് ഇടപാടുകൾ സുതാര്യമാവാൻ 10,000 റിയാല് ഒന്ന് കാണും ഇനി. കാരണം ഈ 10,000 റിയാലിന് തന്നെ ഒരു സെന്റിന്റെ, അമേരിക്കയിൽ ഒരു സെന്റിന്റെ പോലും വിലയില്ല. ഏറ്റവും ചെറിയ നാണയം ഉണ്ടല്ലോ, അതിന്റെ പോലും വിലയില്ല എന്ന് വന്നിട്ട് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ സമയത്താണ് ഈ ആയുധം വാങ്ങിക്കൂട്ടുന്നത്. സമാധാന ശ്രമങ്ങൾക്ക് വഴങ്ങുകയോ
ഞങ്ങളിനി ആണവശക്തിയാകാനില്ല എന്ന് എന്ന് പറയുക. പറയുകയോ ഉപരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ഒന്നും അല്ല ശ്രമിക്കുന്നത്. ഈ ഇറാനപ്പോൾ 48 പോർ വിമാനങ്ങൾ കൂടി വാങ്ങുന്നു എന്നുള്ളത് ഇസ്രയേലും കരുതിയിരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇറാൻ റഷ്യ സഖ്യം പഴയതുപോലെ തന്നെ തുടരുന്നു. അതുപോലെ തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പാണ്. പിന്നെ സൗദി ഉൾപ്പെടെയുള്ള അല്ലേ, അതെ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും പേടിക്കേണ്ട ഒരു വിവരമാണ് ഇത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.